നമസ്കാരം കൂട്ടുകാർ, ഡിജിറ്റൽ ഓഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കൂട്ടുകാർക്ക് മുന്നിൽ ഒരു 2.1 ഹെവി ആയിട്ടുള്ള ആംപ്ലിഫയർ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണത്. ഈ ആംപ്ലിഫയർ നമുക്ക് ഓർഡർ തന്നിരിക്കുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. അപ്പോൾ പുള്ളി നമുക്കൊരു റീവർക്ക് തന്നതിന് ശേഷമാണ് ഈ ഒരു ആംപ്ലിഫയർ നമുക്ക് വർക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഹെവി ആയിട്ടുള്ള ഒരു 2.1 ആംപ്ലിഫയർ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണത്. അപ്പോൾ ഞാൻ എന്നും പറയാറുള്ള പോലെ നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് ഫോളോ ചെയ്യാം. അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയാം. പിന്നെ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഈ ആംപ്ലിഫയറിന് നമ്മൾ ഒരു മാറ്റ് ഫിനിഷിലുള്ള ഒരു അക്രലിക്കാണ് നമ്മൾ സെലക്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൽ 2 കളർ കോർഡിനേഷനാണ് വരുന്നത്. സെൻറ്റർ പോർഷൻ വന്നിട്ട് ഒരു ഗ്ലാസ് ടൈപ്പിലും പിന്നെ ഫുൾ ഔട്ടർ വന്നിട്ട് ഒരു മാറ്റ് ഫിനിഷിലും വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് അക്രിലിക് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ആംപ്ലിഫയറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നമ്മുടെ നെയിമും കൂടെ ലേബൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആംപ്ലിഫയറിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ വരുന്നതൊക്കെ നോക്കാം. ഇവിടെയായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ഒരു കൺട്രോൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ സബ്-വൂഫറിൻ്റെ വോളിയാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ USB-യുടെ ഇൻപുട്ട് സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ USB-യുടെ പോർഷൻ വരുന്നത് ഇവിടെയാണ്. അതേപോലെ തന്നെ നമ്മൾ ഇതിലൊരു VU മീറ്ററും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വട്ടം നമ്മൾ കൺട്രോളിനൊക്കെ നെയിം ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബേസിന് പകരം ലോ എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അത് കസ്റ്റമറുടെ ഒരു ആഗ്രഹത്തിന് ഇതിലാണ് നമ്മൾ ആ ഒരു ഐഡിയ ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഫസ്റ്റ് കൺട്രോൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ലോ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അതായത് ബേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ലെഫ്റ്റ് റൈറ്റിന്റെ ബേസ് ആണ്. പിന്നെ ഇതിലൊരു മിഡിന്റെ ഓപ്ഷൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ ആമ്പ് കറക്റ്റ് ആക്കിയപ്പോൾ കുറച്ച് മിസ്സിംഗ് ഒക്കെ ഉള്ള കാരണം നമ്മൾ മിഡ് ഒഴിവാക്കി അത് നമ്മൾ ബോർഡിൽ അലൈൻ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ഹൈ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ട്രിബിൾ ആണ് നമ്മളിവിടെ ഹൈ ആയിട്ട് കൺസിഡർ ചെയ്തത്. പിന്നെ ഇത് ലെഫ്റ്റ് റൈറ്റിന്റെ വോളിയാണ്. പിന്നെ ഇവിടെ ആയിട്ട് നമ്മളൊരു ഗെയിൻ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സബ്-വൂഫറിന്റെ ആണ് ഈ ഗെയിൻ കൺട്രോൾ വരുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ഒരു 3 സെലക്ട് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓക്സ് ഇൻപുട്ട്, ഇത് നമുക്ക് USB ഇൻപുട്ട്. ഈ ഓക്സിൽ തന്നെ നമ്മൾ ഓഡിയോ ഔട്ട്പുട്ടും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്വിച്ച് പുറത്തേക്ക് എജക്റ്റ് ആവുന്ന നേരത്ത് ഇതിൽ ഔട്ട്പുട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ആമിൻ്റെ ഇൻസൈഡിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അത് USB ആയിട്ട് മിക്സ് ആവില്ല. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. അപ്പം അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ ഇവിടെ DVD എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതിലേക്കുള്ള ഓഡിയോ ഇന്നാണ്. അപ്പോൾ കസ്റ്റമറുടെ കയ്യിൽ ഒരു മിക്സർ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൽ കണക്ട് ചെയ്യണം. അപ്പോൾ അത് ഡയറക്റ്റ് ഓഡിയോ ആയിട്ട് വരണം. നമുക്ക് ബേസ് ട്രിബിൾ കയറാണ്ട് പവർ ആമ്പിലേക്ക് കയറുന്ന രീതിയിലാണ് അതിന് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഓപ്ഷനാണ് നമുക്ക് ഇവിടെ ഞാൻ DVD എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെയായിട്ട് നമ്മൾ ഒരു മാസ്റ്റർ വോളിയം കൊടുത്തിട്ടുണ്ട്. ഈ മാസ്റ്റർ വോളിയത്തിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നമ്മൾ മെയിൻ പവർ സപ്ലൈയുടെ ആമ്പിൻ്റെ ഓൺ ഓഫ് കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ടേജിൽ വരുന്നത്. ഇനി നമുക്ക് ആംപ്ലിഫയറിൻ്റെ ടോട്ടലായിട്ടുള്ള ഒരു ഇൻസൈഡ് വ്യൂ കാണാം. ഈ ഇൻസൈഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബാക്ക് സൈഡ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമുക്ക് ഈ വട്ടം നമ്മളൊരു ഹെവി ആയിട്ടുള്ള ഒരു ടൊറോഡയിലാണ് നമ്മളിവിടെ പവർ സപ്ലൈക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ വോൾട്ടേജ് ഈ വട്ടം നല്ല ഹൈ ആക്കി ചെയ്തിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ് ഈ ഒരു ഐറ്റം. പെർ ചാനല് 4 ohmsൽ 250 watts ആണ് ഇതിൻ്റെ RMS റേറ്റിംഗ് വരാം. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് തന്നെ നമ്മൾ ട്രാൻസ്ഫോമർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ 8 ohms ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് 200 wattsന്റെ അടുത്തേക്കാണ് പവർ ഉണ്ടാവുക. 200 watts നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റില്ല. 200ന്റെ അടുത്താണ് വരുന്നത്. പിന്നെ ഇതൊരു STK ബേസ്ഡ് ആയിട്ടുള്ള ഒരു പവർ ആംപ്ലിഫയർ ആണ്. ഈ ഒരു ആമ്പാണ് നമ്മളിവിടെ ചാനലായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിൽ നമ്മൾ 2 പവർ സപ്ലൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഒരു പവർ സപ്ലൈ വന്നിട്ട് നമുക്ക് ഒരു 50 വോൾട്ട് DC വരുന്ന രീതിയിലും പിന്നത്തെ ഒരു പവർ സപ്ലൈ വന്നിട്ട് ഒരു 56 വോൾട്ട് DC വരുന്ന രീതിയിലാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ പവർ സപ്ലൈക്ക് ഇൻപുട്ടിലായിട്ട് നമ്മളൊരു സോഴ്സ് സ്റ്റാർട്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പവർ സപ്ലൈ വന്നിട്ട് നമുക്ക് രണ്ടും 10 ആംപിയറിലാണ് നമ്മൾ വൈൻഡ് ചെയ്തിരിക്കുന്നത്. 2 മെയിൻ സപ്ലൈകളും നമ്മൾ 10 ആംപിയറിലാണ് ഇതിൽ വൈൻഡ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു പവർ സപ്ലൈയുടെ സെക്ഷൻ വന്നിട്ട് 1063
മറ്റേ പവർ സപ്ലൈ 10063 തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടിനും 3510 മെറ്റൽ ബ്രിഡ്ജാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പ്രിനിക്സ് ബ്രാൻഡിന്റെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ വേറൊരു പവർ സപ്ലൈ നമ്മൾ ഡോട്ട് ബോർഡിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പവർ സപ്ലൈ വന്നിട്ട് നമുക്ക് USB, ഫാന്, ലൈറ്റ്, പ്രീ സെക്ഷനിലേക്കൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ 3 ഫിൽട്ടർ സ്റ്റേജ് ആണ് പവർ സപ്ലൈക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ പവർ ആംപ്ലിഫയറിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം. പവർ ആംപ്ലിഫയറുകൾ നമ്മൾ മെയിനായിട്ട് 2 പവർ ആമ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒന്ന് വന്നിട്ട് കുമാറിന്റെ 6 ഫെറ്റ് പാരലൽ മോണോ ബോർഡാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബോർഡിൽ നമുക്ക് മാക്സിമം 350 വാട്ട്സ് വരെയൊക്കെയാണ് 4 ohms ഔട്ട്പുട്ട്. അതിൽ നമുക്ക് ക്ലിപ്പിംഗ് ആവാണ്ട് കിട്ടുന്നത് 300 വാട്ട്സ് ആണ്. അപ്പൊ നല്ല ഓഡിയോ ക്ലാരിറ്റി വരുന്ന, നല്ല ഹെവി ഡീപ്പ് ബാസ് ഒക്കെ തരുന്ന ഒരു നല്ലൊരു സബൂഫർ ആംപ്ലിഫയർ തന്നെയാണ് ഈ ഒരു ഐറ്റം. നമ്മുടെ ആമ്പിൽ ഏറെക്കുറെയൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു മോഡൽ. പിന്നെ ഇതിൽ നമുക്ക് 2 ചാനലായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ 4 ഫെറ്റ് പാരൽ മോണോ ബോർഡാണ് നമ്മളിവിടെ ഓരോ ചാനലിലും കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് മാക്സിമം നമുക്ക് ഒരു 200 വാട്ട്സിന്റെ റേഞ്ചിലേക്കാണ് ഇതിന്റെ ഔട്ട്പുട്ട് വരാം ഓരോ ചാനലും. പിന്നെ ഇതിൽ 4 ohms ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 200 വാട്ട്സിന് മുകളിലേക്ക് ഔട്ട്പുട്ട് എടുക്കും. പിന്നെ ഇതിൽ അടുത്തതായിട്ട് നമുക്ക് ഇതിന്റെ പ്രീ സെക്ഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പ്രീ സെക്ഷനിൽ നമ്മൾ നമ്മുടെ തന്നെ ഒരു ടോൺ ബോർഡാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മുടേതായ കുറച്ച് ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ചെയ്തെടുത്തിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വിടുന്നത്. ഇതിൽ വന്നിട്ട് ബേസ് ട്രിബിൾ, സബ് ഫിൽട്ടർ, സബ്സോണിക് ഫിൽട്ടർ ഒക്കെ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എടുത്തിട്ടാണ് ഇതിന്റെ കളികളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ സബും ചാനലൊക്കെ നല്ല പോലെ മിക്സ് ആയിട്ട് വർക്കാവണത് നല്ല വ്യക്തമായിട്ട് തന്നെ ഇത് നമുക്ക് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പൊ ആ രീതിയിലാണ് ഈ ടോൺ ബോർഡിനെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ സബ് ഓഫർ ഉപയോഗിച്ചില്ലെങ്കിലും നല്ല രീതിക്കുള്ള ഒരു ബേസ് റെസ്പോൺസും ഈ ബോർഡിൽ നിന്നുണ്ട്. പിന്നെ ഇതിന്റെ ഓവറോൾ പെർഫോമൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മൂത്ത് ആയിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ കൺട്രോളിങ് വരുന്നത്. അങ്ങനെ ഒരു അരോചകം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ട്രിബിളോ ബേസോ മിഡോ ഒന്നും ഉണ്ടാവില്ല. കറക്റ്റ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഓഡിയാണ് നമ്മൾ ഇതൊന്ന് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഓഡിയോ കേൾക്കുമ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകാർക്ക് മനസ്സിലാവും. പിന്നെ ഫോൺ റെക്കോർഡ് ചെയ്യണതിൽ കുറച്ച് പരിമിതി ഉണ്ട്. നമ്മളിവിടെ റെക്കോർഡ് ചെയ്യണതിൻ്റെ ഒരു 70 to 80% ഉണ്ടാവും നമുക്ക് നേരിട്ട് കേൾക്കുമ്പോഴുള്ള ആ ഒരു അപ്പിയറൻസ്. പിന്നെ ഇതിൽ നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ഇതിലൊരു ഓഡിയോ സ്റ്റേജ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബഫർ സ്റ്റേജ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് നമ്മുടെ ഓഡിയോനെ ബൂസ്റ്റപ്പ് ചെയ്യലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഗെയിനും കൂടില്ല, അതുകൊണ്ട് ഇത് ഗെയിൻ ബോർഡല്ല. നമ്മളൊരു ഓഡിയോനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു ബോർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തേക്കാണ് നമ്മുടെ എല്ലാ സിഗ്നലുകളും വരുന്നത്. USB ആയാലും ഓക്സിന്റെ ആയാലും എല്ലാ സിഗ്നലുകളും ഇതിൽ വന്നതിന് ശേഷമാണ് നമുക്ക് പ്രീ ബോർഡിലേക്ക് പോവുക. അതിന്റെ ഔട്ട്പുട്ടാണ് പിന്നെ നമുക്ക് ആംപ്ലിഫയറിന്റെ പവർ ആമ്പിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ സെലക്ഷൻ ആവശ്യത്തിനായിട്ട് റിലേകളാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ റിലേയിൽ വന്നിട്ട് നമുക്ക് ഓക്സും USB-യും അതേപോലെ തന്നെ ഒരു ഓഡിയോ ഔട്ടും ഒരു ഓഡിയോ ഇന്നും ഒക്കെ നമ്മൾ ഈ റിലേ വഴി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ 2 ടെമ്പറേച്ചർ കൺട്രോൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് നമുക്ക് 2 ഫാൻ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫാൻ വന്നിട്ട് എയർ ഇന്നും ഈ ഒരു ഫാൻ വന്നിട്ട് എയർ ഔട്ട് ആവുന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 2.1 ഹെവി ആയിട്ടുള്ള ഒരു സ്പീക്കർ പ്രൊട്ടക്ഷനും നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വരുന്നത് നമ്മളൊരു ബക്ക് ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഈ ബക്ക് ബോർഡ് വന്നിട്ട് നമുക്ക് VU മീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബക്ക് ബോർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ അടുത്തതായിട്ട് നമ്മളിവിടെ ഒരു റിലേ, ഇത് നമ്മൾ ലാസ്റ്റ് എല്ലാ പണിയും കഴിഞ്ഞിട്ട് നമ്മൾ കസ്റ്റമറായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്തൊരു സെക്ഷനാണ് ഈ ഒരു സ്റ്റേജ്. അതായത് നമുക്ക് എല്ലാ സോഴ്സിൽ നിന്നും VU മീറ്റർ നമുക്ക് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു റിലേ ഉപയോഗിച്ചത്. ഇത് നമുക്ക് വോളിയം കൺട്രോളിൽ വേണമെങ്കിൽ ചെയ്യാം, അതേപോലെ തന്നെ സ്പീക്കറിന്റെ ഔട്ട്പുട്ടിലും ചെയ്യാം. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ 1-2 കാര്യങ്ങളിൽ എനിക്ക് മിസ്സിങ് വന്നുകൊണ്ടാണ് നമ്മളിത് ഓഡിയോയുടെ ഇൻപുട്ടിൽ തന്നെ ചെയ്തിരിക്കുന്നത്. ഇതൊരു റിലേ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് എല്ലാ സോഴ്സിൽ നിന്നും ഇൻപുട്ട് വരുമ്പോഴും നമുക്ക് VU മീറ്റർ വർക്ക് ചെയ്യും. പിന്നെ ഇവിടെ നമ്മൾ ഐപ്ലായുടെ US മോഡുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ആംപ്ലിഫയറിന്റെ ടോട്ടൽ ഇന്റീരിയർ ആയിട്ട് വരുന്നത്. പിന്നെ ഈ സെലക്ട് സ്വിച്ചിന്റെ ഇതിൽ വന്നിട്ട് നമുക്ക് നോർമലി എല്ലാത്തിൻ്റെയും ഓൺ ഓഫ് മാത്രമാണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. വേറൊരു സ്റ്റേജും നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ഇതിൽ
സ്പീക്കർ ഔട്ട്പുട്ടായിട്ട് നമ്മൾ ഫുള്ള് ബനാന സോക്കറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ 16 ആംബിയറിൻ്റെ AC കോഡാണ് നമ്മളിവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ നമ്മളൊരു ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ ഓഡിയോ ഇൻപുട്ടും ഔട്ട്പുട്ടൊക്കെ വരുന്നത്. ഇത് നമ്മുടെ ഓക്സ് ഇൻപുട്ടാണ്, ഇത് നമ്മുടെ ഓഡിയോ ഔട്ട്, ഇത് നമ്മുടെ ഓഡിയോ ഇന്ന്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഇതിൽ 3 ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ആംപ്ലിഫയറിൽ വരുന്നത്. ജസ്റ്റ് നമുക്ക് ചെറിയൊരു ഓഡിയോ ടെസ്റ്റ് കേൾക്കാം. ഇപ്പം നമ്മുടെ ആംപ്ലിഫയർ ഇവിടെ ഫുള്ള് റണ്ണിങ്ങിലാണ്. അപ്പം ഞാനിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ സ്പീക്കറാണ്. ഇപ്പം എത്ര അടുത്താണ് നമ്മുടെ സ്പീക്കറൊക്കെ ഇരിക്കുന്നത്. അപ്പം ആംപ്ലിഫയർ അങ്ങനെ ഫുള്ള് ഫങ്ഷനാണ്. പിന്നെ ലൈറ്റ് ഒരു ബ്ലൂ ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ അതത്ര ഇതില്ല, പക്ഷേ ശരിക്കും പുറത്തുനിന്നുള്ള ഷെയ്ഡ് അടിച്ചിട്ടാണ് അത് നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യാത്തത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഓഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. ഇതിൽ നമ്മൾ സബ് കൊടുത്തിട്ടില്ല, ചാനൽ മാത്രം കൊടുത്തിട്ടുള്ളൂ. Hustle every single day. I'll be making moves till I'm buried in my grave. To the system, I don't wanna be a slave. I've been doing shit my way, on the highway. And in the driveway is a nice range. Cause I grind through the climb, I invite pain. You never hear me, bitch, nah, I don't complain. Just gotta flip the switch and you can go and obtain anything you want, anything you need. Your mind's got the key ingredient, it's belief. They'll deceive with the negativity, but I just slide right by that energy. Even when you feel low, you can still go. Even when you feel slow, you can still go. Even when there's no hope, you can still go. I never ran, sitting no man, I still go. Go, 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 go. Go, 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 go. You got a mind, but even that could change. You can flip the gray matter like some batter in your brain. That's why I say, fake it till you make it A. And if you play that game, then you just might make a change. Rearrange all the bad to okay. Take the worst thoughts saying, turn them to a game. Take the best thoughts saying, put them on display. On repeat in your brain till you're feeling no more pain. Never slow yourself down, you can do some more. Push past all the pain and you find a door. Open it up and finally explore everything that you thought you could never do before. And even when you feel low, you can still go. Even when you feel slow, you can still go. Even when there's no hope, you can still go. I never answer to no, man, I still go. Go, go. Go, 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 go low, still go, go, go slow, still go, go, slow, still go, go, slow, still go. I think the girls with their nails done. Girls with their nails done. I like the girls with their nails done. Girls with their
I like the girls with their nails done. Nails done.